ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. വത്തിക്കാനിൽ നിന്നൊരു പുരോഹിതൻ സായി സന്നിധിയിൽ സ്മൃതിയിൽ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു. ഈ ലോകത്ത് ആരെങ്കിലും ആത്മാർത്ഥമായി ഈശ്വരനെ തേടിയാൽ അവർക്ക് അതിന്റെ പൂർണ്ണമായ ഉത്തരം ഭാരതത്തിൽ നിന്ന് ലഭിക്കും. ഭാരതത്തിനെ അതിന് കഴിയൂ. കാരണം ഇത് തപോഭൂമിയാണ്. ഈ പ്രസ്താവനയ്ക്ക് ഉത്തമ ഉദാഹരണമാണ് ഡോൺ മരിയോ മസോലിനി എന്ന ഇറ്റലിക്കാരനായ കത്തോലിക്ക പുരോഹിതൻ. അദ്ദേഹം ആദ്യം വത്തിക്കാനിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു. പിന്നീട് സഭയിലെ പുരോഹിതനായി. കത്തോലിക്ക സഭയുടെ അച്ചടക്കമുള്ള ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായി അദ്ദേഹം തുടർന്നു. പഠനം അദ്ദേഹത്തിന്റെ ചിന്തകളെ വളരെയധികം ഉയർത്തി. സഭയെ മാതൃതുല്യം അദ്ദേഹം സ്നേഹിച്ചു. കാലം കുറെ കഴിഞ്ഞു. പക്ഷേ എവിടെയൊക്കെയോ തന്റെ പഠനവും സഭയുടെ പ്രായോഗിക സമീപനവും പൊരുത്തപ്പെടുന്നില്ല എന്ന് മരിയോയ്ക്ക് തോന്നി. ഈശ്വര ദർശനത്തിനായി അദ്ദേഹത്തിൽ ദാഹം ഉണർന്നു. മരിയോ വളരെയേറെ വ്യാകുലപ്പെട്ടു. പലരോടും അതിനുള്ള വഴി തിരക്കി. പക്ഷേ കൃത്യമായ ഉത്തരങ്ങൾ എവിടെ നിന്നും കിട്ടിയില്ല. ഇതിനിടയിൽ ശാരീരിക ക്ലേശങ്ങൾ അലട്ടാനും തുടങ്ങി. അദ്ദേഹത്തിന്റെ ആത്മീയ താല്പര്യം കണ്ട് ഭാവിയിൽ സഭയുടെ ഉന്നത സ്ഥാനങ്ങളിൽ മരിയോ എത്തുമെന്ന് പോലും പലരും പ്രവചിച്ചു. ഒരിക്കൽ സഭയിലെ മുതിർന്ന ഒരു വൈദികൻ ഉപദേശിച്ചു, നിന്റെ ആഗ്രഹം നല്ലത്. ഈശ്വരാന്വേഷണമാണ് പ്രധാനമെങ്കിൽ 35 വയസ്സിന് മുമ്പേ നീ അത് നേടണം. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല. സഭയിലെ പുരോഹിത വൃത്തി മതിയെങ്കിൽ ഇങ്ങനെയൊക്കെ പോയാലും മതി. ഈ മുന്നറിയിപ്പ് മരിയോയെ വളരെ ചിന്തിപ്പിച്ചു, സ്വാധീനിച്ചു. അതോടെ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. പഠനത്തിൽ യോഗസൂത്രം, ഉപനിഷത്തുക്കൾ, ഒരു യോഗിയുടെ ആത്മകഥ തുടങ്ങിയവയും ഉൾപ്പെട്ടു. അതോടുകൂടി ഈശ്വര സങ്കല്പത്തെ കുറിച്ചുള്ള മുൻവിധികൾ മാറി. ഈശ്വരൻ ഒരു മതത്തിന്റെയും കെട്ടുകളിൽ ബന്ധിതനല്ല എന്നും വ്യക്തമായി. സഭയുടേതല്ല ദൈവം, ദൈവത്തിൻ്റെതാണ് സഭ എന്ന് ബോധ്യപ്പെട്ടു. ഈ സമയത്താണ് സത്യസായി ബാബയെ കുറിച്ച് ഹോർവേഡ് മർഫെറ്റ് എഴുതിയ ഗ്രന്ഥം വായിക്കാൻ ഇടയായത്. ആ പുസ്തകം ശക്തമായ ചിന്തകൾ പുരോഹിതനിൽ ഉണർത്തി. കാരണം അന്ത്യകാലത്ത് വ്യാജ പ്രവാചകനും കള്ളക്രിസ്തുവും വരും, അടയാളങ്ങൾ കാണിക്കും എന്നൊക്കെ ബൈബിളിൽ ഉണ്ടല്ലോ. പക്ഷേ ബാബയെ കുറിച്ചുള്ള വിവരണങ്ങൾ അങ്ങനെ നിഷേധിക്കാനും മനസ്സ് അനുവദിക്കുന്നില്ല, പൂർണ്ണമായി സ്വീകരിക്കാനും പറ്റുന്നില്ല. മരിയോ ആശയക്കുഴപ്പത്തിലായി. എന്തായാലും അദ്ദേഹം ഭാരതത്തിലേക്ക് യാത്രയായി. ഭാരതത്തിൽ അദ്ദേഹം പലരെയും കണ്ടു, സംസാരിച്ചു. ഒരു കാര്യം ആ യുവ വൈദികന് മനസ്സിലായി. സത്യസായി ബാബയെ കുറിച്ച് പറയുമ്പോൾ പറയുന്നവർ വലിയ ഉത്സാഹത്തിലാണ്. ബാബയെ കുറിച്ച് എത്ര കേട്ടാലും കേൾക്കുന്നവന് മടുപ്പും വരുന്നില്ല. സായിബാബയെ കാണാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ പഴയ ഒരു ഫിയറ്റ് കാറിൽ പർത്തിയിലേക്ക് യാത്രയായി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ, ആന്ധ്രയിലെ കഠിന ചൂട്. ആ യുവ വൈദികൻ വല്ലാതെ ഉലഞ്ഞു. തനിക്ക് അബദ്ധം പറ്റിയല്ലോ എന്ന് വരെ ചിന്തിച്ചു. ഇതുതന്നെ ആയിരിക്കും നരകം എന്ന് തോന്നി. ഇംഗ്ലീഷ് പരിജ്ഞാനം കുറവായതുകൊണ്ട് ആശയവിനിമയവും ബുദ്ധിമുട്ട്. ആത്മാർത്ഥമായി മരിയോ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ വന്ന് ഹെലികോപ്റ്ററിൽ എന്നെ തട്ടിയെടുത്ത് കൊണ്ടുപോയി എന്റെ നാട്ടിലിടണേ. ഒടുവിൽ അദ്ദേഹം പർത്തിയിലെത്തി. ദർശനത്തിന് ഇരുന്നു. ഭഗവാൻ ഒഴുകി വരുന്നത് മരിയോ കണ്ടു. എന്തൊക്കെയോ വിവരിക്കാനാവാത്ത ഭാവങ്ങൾ തന്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്നത് അദ്ദേഹം അനുഭവിച്ചു. അതിയായ സന്തോഷം തോന്നി. സ്വാമി അടുത്തു വന്നു. പരിചയക്കാരൻ നോക്കുന്ന പോലെ മരിയോയെ നോക്കി. ശരീരം കോൾമേർ കൊണ്ടു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. ഒരിക്കൽ ഒരു ഇറ്റാലിയൻ സംഘം പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ കൂടിക്കൊള്ളൂ. സ്വാമി ഞങ്ങളെ അഭിമുഖത്തിന് വിളിച്ചാൽ താങ്കൾക്കും കൂടെ പോരാമല്ലോ. ഏതായാലും അത്തരമൊരു ദിനം വന്നെത്തി. ഭഗവാൻ അവരെ അഭിമുഖത്തിന് വിളിച്ചു. അഭിമുഖ മുറിയിൽ വിളിക്കപ്പെട്ടവർ ഇരുന്നു. സ്വാമി യുവ വൈദികനോട് ചോദിച്ചു, താങ്കൾക്ക് സുഖമാണോ? അതെ, സുഖം തന്നെ, മരിയോ മറുപടി പറഞ്ഞു. വീണ്ടും സ്വാമി ചോദിച്ചു, സുഖമാണെന്ന് ഉറപ്പാണോ? അത് കേട്ട് മരിയോ വല്ലാതെയായി. തന്നെ അലട്ടുന്ന ശരീരക്ലേശമായിരിക്കും സ്വാമി ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായി. മരിയോ സത്യം തുറന്നു പറഞ്ഞു.
ഭഗവാൻ അരുളി. വിഷമിക്കേണ്ട, പരിഭ്രമിക്കുകയും വേണ്ട. എല്ലാം ഞാൻ നോക്കിക്കോളാം. വരും കാലത്തെ കുറിച്ച് ചിന്തിക്കുകയും വേണ്ട. പിന്നീട് കൂടെയുള്ളവർക്ക് സ്വാമി പലതും സൃഷ്ടിച്ചു കൊടുത്തു. അതെല്ലാം കണ്ട് വിസ്മയത്തോടിരുന്നു മരിയോ. അതിനുശേഷം കുറച്ചുപേരെ തൊട്ടടുത്ത മുറിയിലേക്ക് സ്വാമി കൊണ്ടുപോയി. അവിടം വേർതിരിച്ചിരിക്കുന്നത് നേർത്ത ഒരു തിരശീല കൊണ്ട്. പക്ഷേ അവിടെ സംസാരിക്കുന്നതൊന്നും പുറത്തു കേൾക്കാൻ പറ്റുന്നില്ല. ആ തിരശീല എന്താ, ഉരുക്കുമറയോ എന്ന് പോലും പുരോഹിതന് തോന്നിപ്പോയി. ഈശ്വര സങ്കല്പത്താൽ തിരശീലയ്ക്ക് പോലും ഉരുക്കുമറയാകാനും സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. ഒരിക്കൽ ഭഗവാനോട് ഇറ്റാലിയൻ സംഘത്തിലുള്ള ഒരാൾ പറഞ്ഞു, സ്വാമി, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പുരോഹിതനുണ്ട്. ഭഗവാൻ പുഞ്ചിരിയോടെ അരുളി, എനിക്കറിയാം. ഭഗവാൻ പുരോഹിതനെ നോക്കി ചിരിച്ചു. പിന്നീട് മെല്ലെ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ എങ്ങനെ? അത് കേട്ട് മരിയോ വല്ലാതെയായി. എന്താണ് സ്വാമി ഉദ്ദേശിക്കുന്നതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ സംഘത്തിലെ ഒരു പെൺകുട്ടി പറഞ്ഞു, ബാബാ, പുരോഹിതന്മാർ വിവാഹം കഴിക്കാറില്ല. സ്വാമി പുഞ്ചിരിയോടെ തലയാട്ടി. പിന്നെ മരിയയോടായി പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കണം. പിന്നീട് സ്വാമി ചോദിച്ചു, എന്താ പേര്? മരിയോ. അദ്ദേഹം മറുപടി പറഞ്ഞു. ഏത് സഭയാണ്? സ്വാമി തിരക്കി. കത്തോലിക്ക സഭ. നന്ന് സൗമ്യമായി പെരുമാറൂ. യേശുവും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ അരുളി. ഇന്റർവ്യൂ കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങി. തന്നെ കുറിച്ച് എല്ലാം ഭഗവാൻ അറിയാമെന്ന് മരിയോയ്ക്ക് വ്യക്തമായി. പക്ഷെ വല്ലാത്തൊരു പ്രശ്നം അദ്ദേഹത്തെ അലട്ടി. എന്താണ് ഭാര്യ എന്നതുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിച്ചത്? താൻ വിവാഹം കഴിച്ചിട്ടില്ല, പിന്നെന്തുകൊണ്ട് ഭാര്യ എന്ന് സൂചിപ്പിച്ചു? ഉള്ളു കാളിപ്പോയി. തന്റെ ജീവിതത്തിൽ ഒരു വീഴ്ചയും ഇതേവരെ ഉണ്ടായിട്ടില്ല. ഭാവിയെ സൂചിപ്പിക്കുകയാണോ ഭഗവാൻ? ചിന്തകൾ കാടുകയറാൻ തുടങ്ങി. കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, അങ്ങേക്ക് സ്വാമിയുടെ വാക്കിന് അർത്ഥം മനസ്സിലായില്ലേ? ക്രിസ്തീയ മതപ്രകാരം യേശുവിന്റെ മണവാട്ടികളാണ് ഭക്തന്മാർ. ആ അർത്ഥത്തിലായിരിക്കാം ഭാര്യ എന്ന് ഭഗവാൻ ചോദിച്ചത്. അതായത് സഭ, നമ്മുടെ ജീവിത പങ്കാളി. ആ വിശദീകരണം താൽക്കാലികമായ ശാന്തിയെ മരിയോയിൽ ഉണ്ടാക്കിയുള്ളൂ. മരിയോ പുറത്തിറങ്ങി നിലയത്തിൽ തന്നെയുള്ള ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് ഏറെ നേരം പ്രാർത്ഥിച്ചു. ആ സമയം ഒരാൾ വന്ന് ധാരാളം ആശ്വാസവചനങ്ങൾ ചൊരിഞ്ഞു. അപ്പോൾ ഉണർവുണ്ടായി. മുറിയിലെത്തിയപ്പോൾ തോന്നി, ഒരുപക്ഷെ ആ രൂപത്തിൽ വന്നത് ഷിർദി സായി ആയിരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് സാന്ത്വന ശക്തി ഏറെ ഉണ്ടായിരുന്നു. രാത്രിയായി, ഉറങ്ങാൻ പറ്റുന്നില്ല. സ്വാമിക്ക് ഒരു കത്ത് എഴുതാം എന്ന് മരിയോ തീരുമാനിച്ചു. കത്ത് എഴുതി. കത്തിലെ സാരം ഇങ്ങനെയായിരുന്നു: ഈശ്വര പ്രാപ്തിക്ക് വേണ്ടിയായിരിക്കണം എന്റെ ജീവിതം. അങ്ങ് ഭാര്യ എന്ന് ഉദ്ദേശിച്ചത് സഭയെ കുറിച്ചാണ് എങ്കിൽ ഈ കത്ത് സ്വീകരിക്കണമേ. ഞാൻ അങ്ങനെ അത് തിരിച്ചറിഞ്ഞുകൊള്ളാം. അതിനുശേഷം മരിയോ കിടന്നു. പിറ്റേ ദിവസം ദർശനത്തിനെത്തി. ദർശന സമയമായി. ഭഗവാൻ ഒഴുകി വരുന്നു. കൺകുളിർക്കെ മരിയോ ആ ദർശനം ആസ്വദിച്ചു. കുസൃതി ചിരിയുമായി സ്വാമി സമീപമെത്തി. വലതുകരം നീട്ടി 2 വിരലുകൾ കൊണ്ട് കത്ത് സ്വീകരിച്ചു. പിന്നീട് ശുദ്ധമായ ഇറ്റാലിയൻ ഭാഷയിൽ പറഞ്ഞു, യെസ് പ്രീസ്റ്റ് സി. ആ വാക്കുകൾ മരിയോയെ ആകെ മാറ്റിമറിച്ചു. അതെ, താങ്കളുടെ ചിന്ത ശരി തന്നെ എന്ന് തന്റെ മാതൃഭാഷയിൽ സ്വാമി പറഞ്ഞിരിക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ താനാണെന്ന് മരിയോയ്ക്ക് തോന്നി. താൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു, സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവസന്നിധിയിൽ തനിക്ക് അഭയം ലഭിച്ചിരിക്കുന്നു. നേടേണ്ടത് നേടിയ സന്തോഷത്താൽ അദ്ദേഹം വത്തിക്കാനിലേക്ക് മടങ്ങി. ആഴത്തിലുള്ള മനനവും തപസ്സും സത്യസാക്ഷാത്കാരത്തിന് അദ്ദേഹത്തെ ഏറെ സഹായിച്ചു. തന്റെ അനുഭവങ്ങൾ സഭയിലെ പലരുമായും പങ്കുവച്ചു. പക്ഷെ അവർക്ക് ഇതൊന്നും സ്വീകരിക്കാൻ സാധിച്ചില്ല. ധാരാളം പേർ എതിർത്തു. സഭയുടെ പ്രവർത്തനങ്ങളിൽ മരിയോ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞു. നമുക്ക് എന്താണ് സ്വന്തമായുള്ളത്? അതാണ് സംരക്ഷിക്കേണ്ടത്, നേടിയെടുക്കേണ്ടത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തി മറ്റെന്തൊക്കെ നേടിയിട്ടും എന്ത് പ്രയോജനം? ഗർഭഛിദ്രം, വിവാഹമോചനം, മയക്കുമരുന്ന്, ഇവയെക്കാളൊക്കെ പ്രാധാന്യം ആ പരമസത്യത്തെ അറിയലാണ്. അത് അറിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും. തന്റെ അനുഭവങ്ങളും നിഗമനങ്ങളും മരിയോ പുസ്തകമായി എഴുതി ബാബയെ തന്റെ ആഗ്രഹം അറിയിച്ചു. പക്ഷേ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുവാദം ലഭിച്ചില്ല. പിന്നീട് ഒരിക്കൽ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചു. അങ്ങനെ ആ പുസ്തകം 1991 മധ്യത്തോടെ
പ്രസിദ്ധീകരിക്കപ്പെട്ടു. സഭയിൽ ആ ഗ്രന്ഥം കോളിളക്കം തന്നെ സൃഷ്ടിച്ചു. എ കാത്തലിക് പ്രീസ്റ്റ് മീറ്റ്സ് സായിബാബ. പല നിയമ നടപടികൾക്കും മരിയോ വിധേയനായി. താൻ അപകടകരമായ സ്ഥിതിവിശേഷത്തെ നേരിടുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. ഗിയോർഡാനോ ബ്രൂണോയെ സഭ കൈകാര്യം ചെയ്ത രീതി ഓർമ്മയിലെത്തി. തനിക്ക് മുമ്പിൽ 2 വഴികളാണ് ഉള്ളത്. ഒന്നുകിൽ സഭ പറയുന്നത് ശരിയെന്ന് സമ്മതിക്കുക, അങ്ങനെ ജീവിതം സുരക്ഷിതമാക്കുക. അല്ലെങ്കിൽ സത്യത്തിനായി നിലകൊള്ളുക, ശരീരത്തെ നിസ്സാരമായി ഗണിക്കുക. ശരീരം പോയാലും സത്യത്തിന്റെ കൂടെ നിന്നാൽ താൻ ദൈവത്തിന്റെ കൂടെയാണ്. ദൈവത്തെ തള്ളിയിട്ട് ഇവിടത്തെ 2 നാൾ ജീവിതം എന്തിന്? അദ്ദേഹം സത്യത്തിൽ ഉറച്ചു നിന്നു. സഭ എതിർത്തു. നിയമ നടപടികൾക്ക് അദ്ദേഹം വിധേയനായി. സഭയുടെ ഒരു വിചാരണ സംഘത്തിലേക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടു. ബിഷപ്പ് ശക്തമായി മരിയോയുടെ വാദഗതികളെ എതിർത്തു. നമുക്ക് ക്രിസ്തു മാത്രമാണ് സത്യം എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ബൈബിൾ ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മരിയോ വിനയത്തോടെ തെളിവുകൾ നിരത്തി പറഞ്ഞു. ക്രിസ്തുവും ബാബയും ഒരുപോലെ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ബിഷപ്പ് ചോദിച്ചു. മരിയോ പറഞ്ഞു, ഈശ്വരന് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള രൂപം കൈക്കൊള്ളാനാവില്ല എന്ന് പറയാൻ അങ്ങേക്ക് കഴിയുമോ? ഞാൻ വരുമെന്ന് ക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഇതുവരെ വന്നില്ല എന്ന് എങ്ങനെ പറയാനാകും? മരിയോ ചോദിച്ചു. ഇത്തരം ഉത്തരങ്ങൾ കേട്ട് അധികാര സ്ഥാനങ്ങൾ അസ്വസ്ഥമായി. നിങ്ങൾ സഭയെ തള്ളിപ്പറയുന്നു, അവർ പറഞ്ഞു. ഈശ്വരൻ വന്നാൽ കത്തോലിക്ക സഭയ്ക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ എന്നുവരെ അവർ ഉറപ്പിച്ചു പറഞ്ഞു. പിന്നീട് മരിയോ കൂടുതൽ സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചില്ല. തുറന്ന മനസ്സുകളോട് മാത്രമേ ചർച്ച സാധിക്കൂ. അധികം താമസിയാതെ വത്തിക്കാനിൽ നിന്നും അദ്ദേഹത്തെ നാടുകടത്തി. പക്ഷേ മരിയോ കുലുങ്ങിയില്ല. അദ്ദേഹം ഭാരതത്തിലെത്തി. ഈശ്വരനാണ് എല്ലാമെന്ന് അറിഞ്ഞ ഒരുവനെ ഭയപ്പെടുത്താൻ ലോകത്തിൽ എന്തിനാവും? ഈ ലോകത്തുള്ള എല്ലാം 2 നാൾ എന്നറിഞ്ഞവന് ലോകത്തെ ആശ്രയിക്കാൻ എങ്ങനെ സാധിക്കും? സ്വാമി ഒരിക്കൽ പോലും ആരുടെയും വിശ്വാസങ്ങളെ എതിർത്തിട്ടില്ല. മാത്രമല്ല സ്വന്തം വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാനാണ് എന്നും ഉപദേശിച്ചിട്ടുള്ളത്. സ്വാമിയെ കണ്ടതോടുകൂടി ബൈബിളിലെ ഓരോ സന്ദേശങ്ങളുടെയും താല്പര്യം ശരിക്കും തനിക്ക് വെളിപ്പെട്ടുവെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കത്തോലിക്ക പുരോഹിതൻ ജീവിതത്തിൽ നേടേണ്ടത് നേടി. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെ മാറ്റിമറിക്കാതെ തന്നെ ഭഗവാൻ ബാബ ആ സാധകനെ മുന്നോട്ട് നയിച്ചു. ഈശ്വരാന്വേഷണത്തിന് വേണ്ട മുഖ്യമായ സമ്പത്ത് നിർഭയത്വമാണ്. ഓം തത് സത്ത്.